നമസ്കാരം, ഞാൻ നിപിൻ Niravath. ഇന്ന് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഇതൊരു ബോക്സ് അല്ല എങ്കിൽ കൂടിയും എനിക്ക് വന്ന ഈ പുതുവത്സരത്തിൽ എനിക്ക് വന്ന ഒരു കൊറിയറാണ്. ആക്ച്വലി കൊറിയർ എന്നൊക്കെ പറഞ്ഞാൽ ഇതിനുള്ളിൽ ഇരിക്കുന്ന കാര്യം എന്താണെന്ന് എനിക്കറിയാം. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട്. ആ റിക്വസ്റ്റ് താഴ്മയായിട്ടൊന്ന് കേൾക്കണം. ഞാൻ ആദ്യം ഇത് ഓപ്പൺ ചെയ്യാം. ഇതിന് പിന്നിലൊരു കാരണമുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു വീഡിയോയുടെ അടിയിൽ ഒരു കമൻറ്റ് ഒരു പയ്യനിടുകയുണ്ടായി. ആ കമൻറ്റ് പ്രകാരമാണ് ഞാൻ ആ ആളെ കോണ്ടാക്ട് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളും ആ വിവരങ്ങളും അനുസരിച്ചിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നൊരു സംഭവം വാങ്ങാമെന്ന് കരുതി. അങ്ങനെ വാങ്ങിയതാണ് ഇതെന്നാണ് എനിക്കറിയാവുന്നത്. അഞ്ചലിൽ നിന്നാണ് ഈ കൊറിയർ വന്നതെന്നും എനിക്കറിയാം. നല്ല ടൈറ്റായിട്ട് സെല്ലോ ടേപ്പൊക്കെ വെച്ച് കംപ്ലീറ്റ് ഇട്ടിരിക്കുകയാണ്. ഏകദേശം ഒരു ഐഡിയ ഒക്കെ വന്നിട്ടുണ്ടാവണം കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക്. നല്ല രീതിയിലുള്ള പാക്കിങ് ആണ്, സ്ട്രോങ് പാക്കിങ്. ഇത് കംപ്ലീറ്റ് പേനകളാണ്. യെസ്, ഇത് പുറത്തോട്ടെ. പ്ലാസ്റ്റിക് കൂടിനുള്ളിൽ കംപ്ലീറ്റ് പേനകളാണ്. അതായത് ഈ പേനകൾ കുറച്ച് പ്രത്യേകതയുണ്ട്. ഇതിനെക്കുറിച്ചിട്ടും ഇത് തന്നെ ആളെക്കുറിച്ചിട്ടുമൊക്കെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഇത് പേപ്പർ പെന്നാണ്. ഇത് പേപ്പർ പെന്നുകളാണ്. പേപ്പറുകൾ കൊണ്ടുണ്ടാക്കിയ മനോഹരമായ പേനകൾ. ലോക്കോമോട്ടോർ ഡിസബിലിറ്റി എന്ന് പറയുന്ന ജന്മന ഉള്ളൊരു അസുഖമാണ് വിനുവിന്. വിനു തൻ്റെ വീട്ടിൽ തൻ്റെ സർവൈവലിന് വേണ്ടിയിട്ട് അദ്ദേഹം വീടുകളിൽ നിന്നുണ്ടാക്കുന്ന പേനകളാണിത്. അങ്ങനെയാണ് ഈ പുതുവത്സരത്തിൽ എനിക്കിത് അയച്ചു കിട്ടിയത്. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം ഇതാണ്. ഇങ്ങനെ ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള ജോലികൾ ചെയ്ത് കോവിഡ് കാലത്ത് കഷ്ടപ്പെടുന്നുണ്ട്. ജീവിക്കാൻ വേണ്ടിയാണ്. നമുക്ക് 2 കൈകളുണ്ട്, 2 കാലുകളുണ്ട്, അത്യാവശ്യം ബുദ്ധിയുണ്ട്, ഓടിച്ചാടി നടക്കാം. പക്ഷെ വിനു അദ്ദേഹം വീൽ ചെയറിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സാമ്പത്തികമായിട്ട് അദ്ദേഹത്തെ സഹായിക്കുക എന്നതിനപ്പുറത്ത് ഇത്തരം പ്രോഡക്റ്റുകളൊക്കെ അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിച്ച് അദ്ദേഹത്തെ സഹായിക്കാൻ ഉള്ള മനസ്സ് കാണിക്കുകയാണെങ്കിൽ ഒരുപാട് സന്തോഷം നിങ്ങൾക്കും കിട്ടും. ആ ജീവിതം അല്ലെങ്കിൽ ആ കുടുംബം മനോഹരമായി നടന്നു പോകും. 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ഫീച്ചറിങ് വീഡിയോ കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാം. എന്തായാലും ജീവിതത്തിൻ്റെ ഭാഗമാണ് ഒരു പെൻ. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓഫീസിലേക്കോ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്കൂളിലേക്കോ നിങ്ങളുടെ പ്രവർത്തന മേഖലകളിലേക്കോ ഹോട്ടലുകളിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഫറൻസ് ടേബിളുകളിലേക്കോ ഒക്കെ ഇത്തരം പേനകൾ ആവശ്യമായി വരുമ്പം ഈ വിനുവിനെ പോലെയുള്ള ആളുകളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യൂ. കുറച്ച് പേനകളൊക്കെ വാങ്ങൂ. അങ്ങനെ അവരുടെ ജീവിതത്തിലും ഒരു കുഞ്ഞ് തിരി തെളിയട്ടെ, സന്തോഷമുണ്ടാവട്ടെ, കുറച്ച് സാമ്പത്തികമൊക്കെ അവർക്കും കിട്ടട്ടെ. ഇതാണ് ഉദ്ദേശം. എൻ്റെ റിക്വസ്റ്റ് ഇതാണ്. നിങ്ങളിത് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യുന്ന 5 പേർക്ക് ഞാൻ നേരിട്ട് നിങ്ങളുടെ അടുത്തിൽ വന്നൊരു ചെറിയ സമ്മാനം തരും. ഈ സമ്മാനം ഒരു പ്രചോദനമാണ്. സമ്മാനത്തിന് എനിക്ക് BMW കാർ തരാൻ പറ്റില്ല, LED TV തരാൻ പറ്റില്ല. എൻ്റെ ഒരു കൊച്ചു സമ്മാനം എന്ന് പറയാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. ഇതൊരു പ്രചോദനമാകട്ടെ എന്നോർത്തുകൊണ്ട് മാത്രമാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ചെറിയ നന്മകൾ പ്രകടിപ്പിക്കാൻ കിട്ടുന്നൊരവസരമായിട്ട് കരുതുക. നിങ്ങൾ സാമ്പത്തികമായിട്ടൊന്നും സഹായിക്കേണ്ട. ഈ പേനകൾ വാങ്ങുക. ഈ പേനകൾക്കുള്ളിലുള്ളത് മുഴുവൻ വിത്തുകളാണ്. ഇത് മണ്ണിലിട്ടാൽ മുളച്ച് അത് ചെടികളായി പ്രകൃതിയിലേക്ക് മാറും. അതുകൊണ്ട് തന്നെ ഇത് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പെന്നാണ്. ഇനി നിങ്ങൾ വിചാരിക്കും ഞാൻ പെന്നിൻ്റെ മാർക്കറ്റിംഗ് എടുത്തുവെന്ന്. ഒരിക്കലുമല്ല. ഇതുപോലെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്നു. കോവിഡ് കാലത്ത് അവരുടെ അടുക്കിലേക്ക് ആളുകൾ പോകാനും സാധനങ്ങൾ വാങ്ങാനും ഒന്നും പറ്റില്ല. കാരണം എല്ലാവരുടെ ഉള്ളിലും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട്, മാനസികമായ പ്രയാസങ്ങളുണ്ട്. ഈ സമയത്ത് സ്വന്തമായി ഡിപ്രഷനെ ഓവർകം ചെയ്യാനായിട്ട് ഓരോ തരം ആക്ടിവിറ്റികൾ ആളുകൾ ഏർപ്പെടുകയാണ്. കുഞ്ഞു കുഞ്ഞു സഹായങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിച്ചാൽ അത് വലിയ കാര്യമാണ് എന്നൊരു സന്ദേശം നിങ്ങളെ അറിയിക്കുന്നു. ഞാൻ പറഞ്ഞ റിക്വസ്റ്റ് നിങ്ങൾ മറക്കില്ല. എന്നോടുള്ള ഇഷ്ടവും ഈ കൊച്ചു കൂട്ടുകാരനോടുള്ള ഈ വിനുവിനോടുള്ള സ്നേഹവും നിങ്ങൾ പ്രകടിപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരമായിട്ട് ഇതിനെ കരുതുക. താങ്ക് യു സോ മച്ച്.